ഡോക്ടർ ആലിസ് മാത്യു. ഞാൻ റിട്ടയർഡ് പ്രൊഫസറാണ്. അമേരിക്കയിൽ നിന്ന് വന്നു ഞങ്ങളിവിടെ താമസമാക്കി. അമേരിക്ക നല്ല പ്ലേസാണ് കേട്ടോ, ജീവിക്കാനായിട്ടൊക്കെ ഒത്തിരി നല്ല ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ യങ് ആയിട്ടിരിക്കുമ്പോഴും യങ്ങല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡ് ഓഫ് ദ ലൈഫ് അവിടെ ജീവിച്ച് തീർക്കാനായിട്ടൊരു ശരിയല്ല, ഒരു വെരി കോസ്റ്റ്ലി ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കിപ്പം കേരളത്തിനോടുള്ള ആ ഒരിതില്ലേ, നമുക്ക് നമ്മുടെ ഭക്ഷണവും നമ്മുടെ ആൾക്കാരോട് സംസാരിക്കാനായിട്ടുള്ള ആ കാര്യങ്ങളെല്ലാം ഇല്ലേ. അപ്പോൾ അങ്ങനെയെല്ലാം ഞങ്ങൾ ആലോചിച്ച് നോക്കിയപ്പോഴത്തേന് ഓൾറെഡി എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി പ്രശ്നമുള്ള ആളാണ്, അതുകൊണ്ട് ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇനി പോകുന്നത്. എനിക്ക് ഈ കൃഷിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി ഒരു യൂട്യൂബ് തുടങ്ങിയ എന്നാണെന്നറിയാമോ, കൃഷി. ഞങ്ങൾ ലാസ് വേഗസിൽ എന്ന് പറയുന്ന ഒരു ഡെസേർട്ട് ഏറിയ, ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഡെസേർട്ട്, ഈ നമ്മൾ സൗദി അറേബ്യയിലോ മസ്കറ്റിലോ ഒക്കെ പോകുന്ന പോലെയുള്ള സ്ഥലമാണ്. അവിടെ ഞാൻ കൃഷി ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിളവുണ്ടായി. പാവലും പടവലും വെണ്ടയും മുളകും എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഞാനത് ഒന്ന് എല്ലാവരോടും പറയാനായിട്ടാണ് ഒരു യൂട്യൂബ് തുടങ്ങിയെന്ന് പറയാം. പിന്നെ അങ്ങനെ തുടങ്ങി. അധികം പേരൊന്നും കാഴ്ചയില്ലായിരുന്നു, അതൊന്നും എനിക്ക് ബോധറേഷനുണ്ട് കേട്ടോ. 10 പേര് കണ്ടാലും അത് മതി, 10 പേരെല്ലാം കണ്ടല്ലോ, അങ്ങനെയുള്ള ഒരു. പക്ഷേ അന്നേരം അത് കരിയാപ്പൊക്കെ ഭയങ്കരമായിട്ട് വളരും, മുഴുവൻ ഓർഗാനിക്കായിട്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തത്. അതാണ് എൻ്റെ ഹിസ്റ്ററി. ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നു, ഒരു ഫ്ലാറ്റ് ഉണ്ടായിരുന്നു, വീടുണ്ടായിരുന്നു. 2 വർഷം മുമ്പേ ഞങ്ങളത് വിറ്റു. ഇങ്ങനെ താമസിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വലിയ വീടും എല്ലാം വാങ്ങിച്ച് അതിനകത്ത് നല്ല ഇഷ്ടം പോലെ സുഖമായിട്ട് ജീവിച്ചതാണ്, ഇവിടെ അമേരിക്കയിലും എല്ലാം. ഇപ്പം വന്നു കഴിയുമ്പോൾ ഹസ്ബൻഡ് ഓൾറെഡി മേലെ നടക്കാൻ ഒട്ടും മേല. എനിക്കും ഇത്രയും പ്രായമായി. അന്നേരം പിന്നെ നമുക്ക് ഈ വീട്ടുജോലിയെല്ലാം ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു വീട്ടിലൊരു ജോലിക്ക് ആളുണ്ടെന്ന് പറഞ്ഞെന്നാലും ഒരു ദിവസം അവർ വന്നില്ല, എന്നെ എടുക്കും ചെയ്യണ്ടേ. അപ്പം ഞങ്ങളിവിടെ വരുമ്പോൾ വീട് മെയിൻറ്റെയിൻ ചെയ്യാനെല്ലാം ഇട്ടിട്ടുണ്ട്. വന്നാലും പിന്നെ എല്ലാം അടിച്ചു വാരി തുടച്ചെന്ന് പറയാൻ ഭയങ്കര കഷ്ടപ്പാട്. ഇനിയുള്ള കാലത്ത് അതുപോലെ കഷ്ടപ്പെട്ടേ ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ട്. അല്ല, കഷ്ടപ്പാടില്ലെന്ന് പറയാനും ഗ്രോസറി വാങ്ങിക്കണ്ടേ, എന്നിട്ടത് കുക്ക് ചെയ്യണ്ടേ, 2 പേരുടെ പാത്രമാണെങ്കിലും അത് കഴുകി വെക്കണ്ടേ. പിന്നെ കേരളത്തിലെ സിറ്റുവേഷൻ അനുസരിച്ചാകുമ്പോൾ നമ്മൾ മുറിക്കകെല്ലാം അടിച്ചു വാരി തുടയ്ക്കണം, ഇല്ലേ, പൊടിയുണ്ട്. എങ്ങനെയാണ് എനിക്ക് പൊടിയൊക്കെ കാണാൻ മേലാത്തൊരു കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നേരാ നമുക്ക് ചെയ്യുക. എത്രയും നാളൊക്കെ ചെയ്തു, കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ 1 മിനിറ്റ് പോലും അടങ്ങിയിരുന്നിട്ടുള്ള ആളെ കംപ്ലീറ്റ് എനിക്ക് ബിസി ആയിട്ടിരിക്കാൻ ഇഷ്ടമുള്ളതാണ്. അന്നേരം ഓർത്തു ഇനിയും പിന്നെ നമുക്ക് ചോറും ഭക്ഷണമൊക്കെ കിട്ടുന്നടോ എല്ലാം പിന്നെ പാത്രം കഴുകിയും തുണി നനച്ചും എല്ലാം കിട്ടുന്ന ആ ഒരു സ്ഥലത്ത് അങ്ങനെ നോക്കാം. ഇന്നിപ്പോൾ ഉണ്ട് ഞങ്ങൾക്കൊരു കല്യാണം, കഴിഞ്ഞ ആഴ്ച ബുധനാഴ്ച ഉണ്ടായിരുന്നൊരു കല്യാണം, കഴിഞ്ഞ ഞായറാഴ്ച ഒരു വിരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളതിനൊക്കെ നമുക്ക് സുന്ദരമായിട്ട് പോയിട്ട് വരിക. വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോധറേഷനില്ല, ചോറ് വെക്കണോ, പാത്രം കഴുകണോ, തുണി നനയ്ക്കണോ എന്നൊന്നും ഉള്ളൊരു ഫീലില്ല. മനസ്സിലായി? ആക്ച്വലി ഞാൻ പറയുന്നത് എന്നാന്ന് വെച്ചെന്നാൽ പ്രായമായി വരുന്നവർ, ഇപ്പോൾ യങ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, അവർ നാളെ ഓൾഡാവുക അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പം കണിശമായിട്ടും നമ്മുടെ റിട്ടയർമെൻറ്റ് എങ്ങനെ വേണമെന്ന് നിങ്ങളെല്ലാവരും ആലോചിക്കണം കേട്ടോ. യങ് ആയിട്ടിരിക്കുന്നവർ ഇപ്പം തന്നെ ആലോചിക്കണം. പണ്ടത്തെ ഒരു കൺസെപ്റ്റായിരുന്നു നമ്മുടെ ഉള്ള എല്ലാം കൊടുത്ത് മക്കളെ പഠിപ്പിച്ച് അങ്ങ് വിടുക, അത് കഴിഞ്ഞിട്ട് മക്കൾ നമ്മളെ നോക്കുക എന്ന്. മക്കൾ നോക്കിയിരുന്നു, കാരണം 5-6 മക്കളുണ്ട്, ഒരെണ്ണയിലും സോറി കേട്ടോ, പേടല്ല, കുടുംബത്തിലങ്ങ് നിർത്തും അല്ലേ. അത് ഞാൻ കണ്ടിട്ടുള്ളതാണ് പണ്ടത്തെ. എൻ്റെയൊക്കെ ആ സമയത്തെ 5-6 മക്കളൊക്കെ ഉണ്ട്. ഒരെണ്ണം അമ്മയുടെ ഓമനക്കുട്ടമായിട്ടിരിക്കും, പഠിക്കാനും പോകത്തില്ല, ഒന്നും പോകത്തില്ല. അപ്പം വീട്ടിൽ നോക്കാൻ ആളാണ്. അപ്പം അങ്ങനെ നമ്മളെ നോക്കി അങ്ങനെ അങ്ങ് വന്നു, മനസ്സിലായോ. പക്ഷെ ഇന്നത്തെ കാലത്ത് അതല്ലേ, ഒരു മകൻ, ഞങ്ങൾക്കൊരു മോനേ ഉള്ളൂ. അങ്ങനെ ഒരു മകനും 2 മക്കളൊക്കെ ഉള്ളവരെല്ലാവരും വെളിയിൽ പോവുക. പോയി കഴിഞ്ഞ് ചെറുതായപ്പോഴത്തെ സ്ഥിതി എല്ലാവരും വന്നിട്ട് വീട്ടിൽ ചുമ്മാ ഇരിക്കും അല്ലേ, ഒറ്റയ്ക്ക് താമസിക്കുന്ന കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്നാ ഡേഞ്ചറസാണ്. നമുക്കൊരാവശ്യം വന്നാൽ ആരെയാണ് പോയി വിളിക്കാനായിട്ടുള്ളത്, മനസ്സിലായോ. അപ്പോൾ അങ്ങനെയെല്ലാം കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചിന്തിക്കേണ്ട വലിയൊരു അത്യാവശ്യമുള്ളൊരു കാര്യമാണ് നമ്മൾ എങ്ങനെ ജീവിക്കുമെന്നുള്ള കാര്യം. കാരണം മക്കളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാനായിട്ട് പാടില്ല. കാരണം അവർക്ക് കണിശമായിട്ട് അവരുടെ കുടുംബത്തിനെ അവർ നോക്കിപ്പോകണം, മനസ്സിലായോ. അതുകൊണ്ട് പേരൻസ് ആയിട്ടുള്ളവരൊക്കെ തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ പോകുന്നതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാലും ഉണ്ട്, നമ്മൾ പ്രായമായി കഴിയുമ്പോഴേ ഈ മക്കൾക്ക് നോക്കാൻ പറ്റത്തില്ല. ഇപ്പം ഗൾഫിലായിരിക്കും, അമേരിക്കയിലോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ആയിരിക്കുമ്പോൾ എന്നാ എടുക്കുമെന്നറിയോ, മക്കൾക്ക് വരാൻ പറ്റുമല്ലോ. അവരുടെ കുടുംബത്തിനെ നോക്കുകയാണെങ്കിൽ അവരുടെ മക്കളെ നോക്കുക. അവസാനം എന്നാ എടുക്കും, അപ്പനും അമ്മയ്ക്കും മേലാ വന്നു കഴിയുമ്പോൾ അവർക്ക് ടേക്ക് കെയർ ചെയ്യാൻ മേല.
ഭയങ്കര മനപ്രയാസമായി. എന്നിട്ട് അവർ ഒരു നേഴ്സിംഗ് ഹോമിൽ കൊണ്ടുപോയാക്കും, അല്ലെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് കമ്മ്യൂണിറ്റി കൊണ്ടുപോയാക്കും. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പേരൻസിനെ കൊണ്ടയാക്കിയ പേരൻസിനെ അങ്ങോട്ട് ദഹിക്കാൻ പറ്റത്തില്ല. അവർക്ക് കൊല്ലുകൊണ്ട് ഞങ്ങളെ കൊണ്ട് അവിടെ കൊണ്ട് തള്ളി ഇതാ പറയുന്നത്. കാരണം ആ മക്കളുടെ സിറ്റുവേഷൻ അവർ അറിയുന്നില്ല. പേരൻസ് അങ്ങനെ വിചാരിക്കും, മക്കൾക്കാണെങ്കിൽ അതിനേക്കാളും ഗിൽറ്റ്. നേരെ മറിച്ച് നമ്മൾ തന്നെ ഇപ്പം ഞങ്ങൾക്ക് ഒരു ശകലം പോലും ഗിൽറ്റ് എന്നുള്ളതില്ല. ഞങ്ങളുടെ മോനാണേലും അവന് ഇച്ചിരി വിഷമമൊക്കെ ഉണ്ട് ഞങ്ങൾ പോകുന്നത്. പക്ഷെ എന്നാലും അത് ഹി വിൽ ഗെറ്റ് ഓവർ ഇറ്റ് അല്ലേ. ഡിസിഷൻ നിങ്ങളുടെ ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടേതായ കൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് പ്രശ്നമില്ല. മനസ്സിലായോ? നമ്മൾ വന്നു നമ്മുടെ ഇഷ്ടത്തിന് വന്നതാണ്. അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. നമ്മളെ കൊണ്ടയാക്കുന്നത് നമ്മൾ തന്നെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പോകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്കിപ്പം ഇതാണ് ചെറിയ ചെടി വെക്കുക, അല്ലെങ്കിൽ മഴയത്തോടെ ഇറങ്ങി നടക്കുക. ഞാൻ മഴ വന്നപ്പോൾ എനിക്കൊരു ഇല വെട്ടാൻ നോക്കിയിരിക്കുക. ഇലയും ചൂടി പണ്ട് പോകില്ലായിരുന്നു. ആ ഇലയും കൊണ്ട് നടക്കാനായിട്ട് ഒരു വാഴയില ചേമ്പല കൊണ്ട് നടക്കില്ലായിരുന്നു. അങ്ങനെയൊന്നും നടക്കാനായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ പറയുകയാണെ, നമ്മൾ പ്രായമുള്ളവർ അങ്ങനെ നിറഞ്ഞു നടക്കുവാണെങ്കിൽ മക്കളും മരുമക്കളും ചോദിക്കും, അയ്യോ ഈ കിളവന് എന്തിൻ്റെ സുഖേടാ, അല്ലെ ഈ കിളവയ്ക്ക് എന്തിൻ്റെ സുഖേടാ, കൊന്ത ചൊല്ലി വീട്ടിൽ ഇരിക്കരുതോ പ്രാർത്ഥിക്കരുതോ ഇങ്ങനെയൊക്കെ ചോദിക്കും. ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ചോദിച്ചു പറഞ്ഞാൽ മൈൻഡ് ചെയ്യുകയേ ചെയ്യരുത് അല്ലേ. അത് നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് മഴയത്തൊന്ന് ഇറങ്ങണമെന്ന് ചാടണമെന്ന് പറഞ്ഞ് കൈയും കാലും ഒടിക്കാതെ ചാടിയാൽ കുഴപ്പമില്ല. അത് നമ്മൾ ഓർക്കണം. പ്രായമായി കഴിച്ച് അല്ലേ. അപ്പം അതൊക്കെയാണ് സന്തോഷം കണ്ടെത്തുന്നത്. നിങ്ങളെന്തൊക്കെയാണ് സന്തോഷം കണ്ടെത്താൻ കൂട്ടത്തിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ പ്ലീസ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇതിലേക്ക് എത്തിപ്പെടുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് കടന്നത്? എന്തൊക്കെ കാര്യങ്ങളിൽ കൂടി കടന്നുപോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ അമേരിക്കയിൽ പോയിട്ട് ഹസ്ബൻഡിന് കാല് വയ്യാത്ത ആളായതുകൊണ്ട് ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പം ഞങ്ങൾ 3 പേരുടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ചെന്ന് കഴിഞ്ഞാഴ്ച ഞാനൊരു നേഴ്സായിട്ടാണ് പോകുന്നത്. നേഴ്സായി പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജോലി കിട്ടുമെന്ന്. പക്ഷേ എന്നാലും നമുക്ക് ആ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ കിട്ടാനും അങ്ങനെയെല്ലാം ആയിട്ടൊരു 1 മാസത്തെ ഉണ്ട്. പിന്നെ പാസ്സാകണം, പരീക്ഷ പാസ്സാകുമോ, പണ്ടെങ്ങാണ്ട് ഞാൻ പഠിച്ചതാണ്, അങ്ങനത്തെ ഒരിത്. പിന്നെ അതിൻ്റെ എല്ലാം ഒരു കടമ്പ കിടക്കണം. അങ്ങനെയെല്ലാം ആയിട്ട് ദൈവകൃപയെന്നേ ഞാൻ പറയുള്ളൂ. കൊണ്ട് പാസ്സായി അങ്ങനെയായി. പക്ഷെ എന്ന് പറഞ്ഞാലും നമ്മളൊന്ന് 2 കാലം നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5-8 വർഷം എടുക്കും. പ്രത്യേകിച്ച് മോനും കോളേജിലോട്ട് പോകുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അപ്പോൾ അങ്ങനെയുണ്ട്. അത് കഴിഞ്ഞേച്ച് മോൻ എൻജിനീയറായി, അവനെ പഠിപ്പിച്ചു. പിന്നെ അന്നേരം 2 ജോലിയൊക്കെ ഞാൻ ചെയ്തു. അപ്പം പിന്നെ ഹസ്ബൻഡിന് ജോലി കിട്ടി. അപ്പോൾ ഞങ്ങൾ ആയിട്ട് എനിക്ക് പിന്നെ ബിസി ആയിട്ടിരിക്കാൻ വിഷമമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജീവിച്ചു. മോൻ പഠിച്ചെല്ലാം കഴിഞ്ഞപ്പോഴും ഞാൻ ഓർത്തു, എനിക്ക് പണ്ടേ പഠിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിൽ ഡോക്ടറാണെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ വലിയ നിവൃത്തിയില്ല. 6 മക്കളുടെ ഇടയ്ക്ക് പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് പപ്പായ്ക്കും മമ്മിക്കും ജോലിയൊന്നും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് നേഴ്സിങ്ങിന് പോകണം. പക്ഷേ ഞാൻ നേഴ്സിങ്ങിന് പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ പോയതാണ്. എനിക്ക് ഭയങ്കരമായിട്ടൊരു അത് ഞാൻ പറയുകയാണ്, ഞാൻ 49 വർഷമായി നേഴ്സായിട്ട്. ഞാൻ പ്രൊഫസറാണെന്ന് പറഞ്ഞാലും ഞാൻ പറയും നേഴ്സാണെന്ന് പറയും. അപ്പോൾ അത്രയും വർഷവും ഞാൻ ഭയങ്കര സക്സസ്ഫുള്ളായിട്ടുള്ളൊരു നേഴ്സാണ്. കാരണം ഞാൻ കാരണം എനിക്ക് ഞാൻ ആ ചെയ്ത പണി മുഴുവനും ആത്മാർത്ഥമായിട്ടും സിൻസിയറായിട്ടും ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ മോൻ പഠിച്ചു കഴിഞ്ഞപ്പം ഞാൻ പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പിന്നെ ഞാൻ എന്നാ പറഞ്ഞെന്നാലും നോ പറയുകയില്ല. പുള്ളി എന്നെ ഒന്നിനും പുഷ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ. ഞാൻ എല്ലാ തീരുമാനങ്ങളും ഞാൻ എടുത്തതാണ്. ഞാൻ പഠിക്കാൻ പോയി. പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് പ്രായം വന്നു. എന്നാൽ ഉടനെ പിന്നെ DSNൽ പോയി. പിന്നെ ഉടനെ MSc എടുത്തു. അത് കഴിഞ്ഞേച്ച് PhD വേണോ DNB വേണോ എന്ന് ചെയ്തു. പിന്നെ എന്തിനാ ഇനി റിട്ടയർ ആകാറായി വേണ്ടെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ കോളേജിൽ എൻ്റെ കൂടെയുള്ള പ്രൊഫസർമാർ 2 പേരാണ് PhDക്ക് ചേർന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ഞാനും പോകും, എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്. എന്നിട്ട് ഞാൻ എൻ്റെ 60ാമത്തെ വയസ്സിലാണ് PhD എടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കാൻ വന്നതിൽ ഭയങ്കര നല്ല കാര്യം കേട്ടോ. ഇതാണെന്ന് പറഞ്ഞെന്നാലും ഉണ്ടല്ലോ, പഠിക്കണം. അതിലാണ് നമുക്ക് സന്തോഷം കിട്ടുന്നത്. ഇപ്പോൾ വലിയ പ്രയോജനമൊന്നും വരുവേലായിരിക്കും. ഞാൻ അന്നേരം ഓർത്ത്, ഞാൻ BSc പഠിച്ചിട്ടും MSc പഠിച്ചിട്ടും 1 പൈസ ശമ്പളം കൂടുതൽ കിട്ടിയില്ല. ഞാൻ ശമ്പളത്തിനായിട്ടല്ല ചെയ്യുന്നത്, മനസ്സിലായോ? നമ്മൾ ചില കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ചെയ്യണമെന്നുള്ളത്. ഏത് വിഷയം? ഞാൻ എഡ്യൂക്കേഷനിലാണ് PhD എടുത്തത്. ഇവിടെ വന്നിട്ട് നമ്മുടെ ഇന്ത്യയിലെ കേരളത്തിലെ വന്നിട്ട് ഓരോ വിഷയം എടുത്തല്ലേ പോകുന്നത്. അവിടെ അങ്ങനെയല്ല. ഒരു PhD എന്ന് പറഞ്ഞു കഴിയുമ്പം ഒന്നിൽ എഡ്യൂക്കേഷൻ അല്ലെ സൈക്കോളജി, അങ്ങനെയുള്ള 2-3 ഡിവിഷൻസേ ഉള്ളൂ. അതിനകത്ത് PhD എടുക്കും. എന്നിട്ട് നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നു അതനുസരിച്ച് നമ്മൾ
ഒരു തീസിസും ഉണ്ട്. തീസിസ് എഴുതി റിസർച്ച് ചെയ്ത് ഡിഫെൻഡ് ചെയ്യുന്നത്. ഇവിടെയല്ലേ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം എടുത്ത് ഞാൻ ഇന്ന് ഹസ്ബൻഡിനോട് പറയുകയായിരുന്നു, ഇതോ ഇവിടുത്തെ കാര്യങ്ങൾ. പക്ഷെ നമ്മളവിടെ ഭയങ്കര, ഞാൻ മാസ്റ്റേഴ്സിനും എഡ്യൂക്കേഷനാണ് എടുത്തത്. പഠിപ്പിക്കാൻ ഇഷ്ടമായത് ഞാൻ എഡ്യൂക്കേഷൻ എടുത്തു കഴിയുമ്പോൾ PhDക്ക് പോയപ്പോഴും എഡ്യൂക്കേഷൻ തന്നെ. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷനിൽ പഠിക്കുന്നത് എങ്ങനെയാണ്, അഡൽട്ട് ലേണിംഗ് തിയറി എങ്ങനെയാണ്, അഡൽട്ട്സിനെ എങ്ങനെ പഠിപ്പിക്കാം, അവരെ എങ്ങനെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള എല്ലാം, പിന്നെ അവരുടെ പറഞ്ഞുള്ള സിലബസ് എങ്ങനെ ഉണ്ടാക്കാം, കരിക്കുലം എങ്ങനെ ഉണ്ടാക്കാം, അങ്ങനെയെല്ലാം പഠിച്ച് ഒരു കോംപ്രഹെൻസീവ് എക്സാം എല്ലാം ചെയ്ത് കഴിയും. പക്ഷേ അതിന് മുമ്പായിട്ടുണ്ട് നമ്മൾ എവിടെ വർക്ക് ചെയ്യുന്നു, നമ്മൾ ഏത് ഫീൽഡ്. ഇപ്പം ഞാൻ നേഴ്സിംഗ് പഠിപ്പിക്കുന്നതായതുകൊണ്ട് ഞാൻ ആ പഠിപ്പിക്കുന്ന രീതിയിൽ എൻ്റെ പിള്ളേരൊക്കെ അവർ പഠിച്ച് തീർന്നു കഴിയുമ്പോൾ അവർ കമ്പാഷനേറ്റ് നേഴ്സസ് ആണോ എന്നുള്ളതായിരുന്നു എൻ്റെ റിസർച്ച് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ അതനുസരിച്ചാണ്. അപ്പോൾ ഇവിടുത്തെ PhD അവിടുത്തേതുമായിട്ട് എൻ്റയർലി ഡിഫറെൻ്റാണ്. ഓക്കെ, ഇവിടെ നമുക്ക് എന്തെങ്കിലും എടുത്തിട്ട് ഒരു തീസിസ് എഴുതി കൊടുത്താൽ അങ്ങ് വരുമെന്ന് പറയുക. അത് അവിടെ അങ്ങനെ അല്ലത്. അവിടെ കുറേ കോഴ്സസ് ഉണ്ട്. 40 hour ക്രെഡിറ്റ് അവേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ ചോദ്യം എന്തായിരുന്നു? ഞാൻ വിട്ടുപോയി. ഈ ഒരു തീരുമാനം, ഇതിലേക്ക് ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും പഠിക്കണമെന്നുള്ള ഉണ്ടായിരുന്നു. അപ്പോൾ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പഠിച്ചു. ഈ ഒരു സെന്ററിലേക്ക് വരാനായിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. ഏതാ? നമ്മളൊരു തെരഞ്ഞെടുപ്പ് നടത്തിയല്ലേ, ഇവിടെ വന്നിട്ടാണ് നമുക്ക് ഇതിലേക്ക് ഹാപ്പി ആയിട്ട് ഇവിടെ. അപ്പൊ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. എന്തുകൊണ്ട് അത് പറയാം. അതെന്നാന്നറിയാമോ, ഞങ്ങളിങ്ങനെ എന്നിട്ട് ഒഹായോയിലായിരുന്നു. അത് കഴിഞ്ഞ് ലാസ് വേഗസിൽ മോൻ്റെ ഒക്കെ എടുത്തോണ്ട് പോയി. മോനൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. ഫാമിലി 2 പിള്ളേരുണ്ട്. അവരുടെ അടുത്ത് താമസിച്ചു. അപ്പം ഞാൻ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലും പോയി ചുമ്മാ ഇരിക്കാൻ എല്ലാത്തിനും ജോലി ചെയ്തു. അങ്ങനെ ഇരുമ്പോൾ ഹസ്ബൻഡിനൊരു ബ്രെയിനിലൊരു ബ്ലീഡിങ് വന്നു. ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അതിന് സർജറിയൊക്കെ ചെയ്യണമായിരുന്നു. സർജറിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് ഓൾറെഡി പുള്ളിക്ക് നടക്കാൻ മേലാത്ത ആളാണ്. നടക്കാൻ മേലാത്ത ആളിന് വന്നപ്പം ഞങ്ങൾ 2 പേരും തന്നെയാണ് താമസിക്കുന്നത്. മോൻ ദൂരെയാണ് താമസിക്കുന്നത്. ദൂരെയല്ല, അടുത്താണെങ്കിലും സെപ്പറേറ്റാണ്. അപ്പോൾ അവൻ്റെ ഫാമിലിയാണ് 2 പിള്ളേരുണ്ട്. അപ്പം ഞാൻ ഇദ്ദേഹത്തിനെയും കൊണ്ട് ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് എടുത്ത് കാറിൽ കയറ്റി ഇരുത്തി വണ്ടി ഓടിച്ച് അവിടെ കൊണ്ട് പാർക്ക് ചെയ്ത് എന്നിട്ട് ഞാൻ വീൽ ചെയറിൽ വെച്ച് തള്ളിക്കൊണ്ട് ഡോക്ടേഴ്സിൻ്റെ ഓഫീസിൽ പോയി അങ്ങനെ ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് എനിക്കറിയാം മാനേജ് ചെയ്യാൻ മേല. കാരണം ഇനിയും നമുക്ക് പ്രായമായിട്ട് വരികയാണ്, കൂടുതലായിട്ട് വരികയാണ്. ഇനിയിപ്പം ഞങ്ങളുടെ ഹെൽത്തൊന്നും മുകളിലോട്ട് പോകാനായിട്ട് ഒരു ഇതുമില്ല. എനിവേ ഡൗൺ ദ ഹില്ലാണ്. അപ്പം നമ്മുടെ ഇനിയും ഹെൽത്ത് പോകത്തേ ഉള്ളൂ. അപ്പം ഞാൻ എന്നാ ചെയ്യും? നമുക്ക് മോനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ജോലിക്ക് പോകാതെ ഇരുന്നാൽ അവരുടെ കുടുംബം നടക്കത്തില്ല, മനസ്സിലായോ? അപ്പം നമുക്ക് ഹെൽപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടത്തില്ല. അതുവരെ വേണ്ടായിരുന്നു, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം വന്നു കഴിഞ്ഞപ്പോൾ ഓർത്തു ഇത് നല്ലതല്ല. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം ഇനി എന്ത് വേണമെന്നുള്ളത്, മനസ്സിലായോ? അപ്പോൾ ഇതേ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇങ്ങോട്ട് വരാനായിട്ടുള്ള എൻ്റെ കാരണം. അമേരിക്കയിൽ ഇങ്ങനെ അയ്യോ, അമേരിക്കയിൽ അതേ ഉള്ളല്ലോ. നേഴ്സിംഗ് ഹോംസ് എന്ന് പറയുന്നതുണ്ട്. അവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഒന്നാമത്തെ കാര്യം ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. സ്റ്റിൽ ദാൻ എന്തോ രാവിലെ എഴുന്നേൽപ്പിച്ച് നമ്മളെ ഡ്രസ്സ് ചെയ്ത് അവരെടുത്ത് വീൽ ചെയറിലോട്ട് അങ്ങോട്ട് ഇരുത്തും. പാമ്പറൊക്കെ കെട്ടിച്ച് അവിടെ ഇരുത്തി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റായി. ബ്രേക്ക്ഫാസ്റ്റും 10 മണിക്ക് എന്തെങ്കിലും കുടിക്കാനുണ്ട് അതും കൊടുത്ത് ഉച്ചയ്ക്ക് ലഞ്ചും കഴിച്ച് കഴിഞ്ഞാൽ ഈ നേഴ്സിംഗ് അസിസ്റ്റൻസ് ഒക്കെ വീട്ടിൽ പോകുന്ന സമയത്ത് 2 മണി 3 മണിക്ക് വരുമ്പോഴാണ് അന്നേരമാണ് ഇവരെ കൊണ്ടുപോയി ബെഡിൽ കിടത്തി അവരെ ക്ലീൻ ചെയ്തെല്ലാം വിടുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 10ഉം 17ഉം ഉണ്ട്. ഇതാണ് നല്ല ഒരു നേഴ്സിംഗ് ഹോമിലുള്ളത്. ഏതാ? പ്രൈവറ്റ് ആയിട്ടുള്ളത്, ഗവൺമെൻറ്റിൻ്റെ അല്ല. എന്തോ ലൈഫാണ് കൂടെ പറ. അത് കഴിഞ്ഞിട്ടുണ്ട് മാഷ് പൊട്ടറ്റോയും എല്ലാം ആണ് അവർക്ക് അവരുടെ ഫുഡായിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ഫുഡാണ് കേട്ടോ. അപ്പോൾ അതൊക്കെയാണെന്ന് പറഞ്ഞാൽ അങ്ങ് വാരി നമുക്ക് വേണ്ടേലും കൊടുക്കും. കാരണം വെയിറ്റ് ഒന്നും കുറയാൻ പാടില്ലെന്നുള്ള ഇതിലാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനാണ് ഉള്ളത് കേട്ടോ. കാരണം അമേരിക്കൻസ് അല്ലേ, അവർ എല്ലാവരും ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത്. മക്കളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തൊന്നുമല്ല. നമ്മൾ ഇന്ത്യൻസൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു നേഴ്സിംഗ് ഹോമോ അല്ലെ അങ്ങനെ പോയിട്ടുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നല്ലതല്ല. കാരണം ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് നേഴ്സിംഗ് ഹോമിൽ ആദ്യം ചെന്നൈയിടയ്ക്ക്. അപ്പോൾ അതാണ് അവിടുത്തെ സ്ഥിതി. അങ്ങനെ ആർക്കാണ് ഇഷ്ടമുള്ളത്? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മേലെയോ, ഞാൻ പറയും ഇവിടുത്തെ കാരിത്താസാണ് അടുത്ത ഹോസ്പിറ്റൽ. 9.7 മൈൽസ് ഉണ്ട് ഇവിടുന്ന്. ഞാൻ പറഞ്ഞു ഇവിടുന്ന് പയ്യെ ആടിപ്പാടി അവിടെ ചെല്ലുന്നിടം വരെ ജീവനുണ്ടെങ്കിൽ മതി, അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാളെ ജീവിച്ചു അത് മതി, മനസ്സിലായോ? അല്ലാതെ കൂടെ വന്നിട്ട് നമുക്കിപ്പോൾ ഓപ്പൺ ഹാർട്ട് ചെയ്തോ അല്ലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തോ ഒന്നും ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട. നമുക്ക് ട്രീറ്റ്മെൻറ്റ് വേണം കേട്ടോ, ഇല്ലെന്നല്ലേ പറയുന്നത്. അതിപ്പോൾ അങ്ങനെയുള്ള ഒരിത്. പിന്നെ വന്നു കഴിഞ്ഞിട്ട് മേലാഴി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹോം നേഴ്സിനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കരുതോ?
എൻ്റെ പപ്പ മരിച്ചിട്ട് 1 വർഷമായിട്ടുള്ളൂ. പപ്പായ്ക്ക് ഹോം നേഴ്സായിരുന്നു 5-8 വർഷമായിട്ട്. എൻ്റെ മമ്മിയുണ്ട് ഇപ്പോഴും. പുള്ളിയും വോക്കറും വെച്ചുകൊണ്ട് 4 പ്രാവശ്യം ഒടിഞ്ഞ ആളാണ്. എന്നിട്ട് മേലൊന്നും ചെയ്യാൻ വയ്യ, ഹോം നേഴ്സിനെ വെച്ചാൽ. പക്ഷെ എന്നാലും ആ വീട്ടിൽ താമസിച്ചുകൊണ്ട് ഹോം നേഴ്സിനെ വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതില്ലേ, നമുക്ക് അമേരിക്കയിലൊന്നും ഒരു ഹോം നേഴ്സിനെ വെച്ചുകൊണ്ടൊന്നും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തൊന്നും, സാധാരണ മലയാളികൾക്കൊന്നും പറ്റത്തില്ല. അല്ലെ അതുപോലെ കാശുള്ളേ. ഇപ്പം ഞാൻ പറയാം, കുറേ വർഷമായിട്ട് 19 വർഷമായിട്ട് അവിടെയുണ്ട്. പണ്ടൊക്കെ വന്നവർക്കൊക്കെ ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തവർക്കൊക്കെ നല്ല ബെനിഫിറ്റാണ്. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സാധിക്കുമായിരിക്കും. മനസ്സിലായോ? ഞങ്ങൾ 27 വർഷമായിട്ട്. അപ്പോൾ അതുകൊണ്ടല്ല ഞങ്ങൾ തീരുമാനിച്ചു ബെറ്റർ കം ഹിയർ. പിന്നെ ഉണ്ട് കുറച്ചുകൂടെ പ്രായമായിട്ട് വന്നിട്ട് കാര്യമില്ല. മനസ്സിലായോ? നമുക്കിപ്പോൾ ആകാമം വരുമ്പം അറ്റ്ലീസ്റ്റ് ഇതിലൂടെ നടക്കാം. ഹസ്ബൻഡാണെങ്കിലും ഇതുള്ളതുകൊണ്ട്, വീൽ ചെയറുള്ളതുകൊണ്ട് അതേ കൂടെ പോകാം. ഞാൻ നടക്കും. അപ്പം ഞങ്ങൾക്ക് അങ്ങനെ പോകാം. അങ്ങനെ ഒരു ചെറിയ സന്തോഷം. ഞങ്ങളിടയ്ക്ക് ഈ 4 മണിക്കാറ്റിൽ പോയിരിക്കും. 4 മണിക്കാറ്റ് അറിയാമല്ലോ? അറിയാം. പിന്നെ ഇവിടെ ഒരു നടുവായിട്ട് പുഞ്ചവയൽ പാടമുണ്ട് ഇവിടെ, അറിയാമോ? അവിടെ ഞങ്ങളവിടെ പോയൊരു ദിവസം പോയിരുന്ന് കരിക്കൊക്കെ കുടിച്ചു. അതൊക്കെയാണ് ഞങ്ങളുടെ ചെറിയ സന്തോഷം കേട്ടോ. പിന്നെയുണ്ട്, ഞങ്ങൾ പണ്ട് കോട്ടയത്ത് താമസിക്കും. 27 വർഷം മുമ്പ് കോട്ടയത്തായിരുന്നു ഞങ്ങൾ മൊത്തം താമസിച്ചത്. അപ്പോൾ അവിടെ ഇറങ്ങുന്ന 5 തിയേറ്ററിൽ ഇറങ്ങുന്ന സിനിമ മൊത്തം കാണുമായിരുന്നു. ഇല്ല, ഇറങ്ങുന്ന ദിവസം. അത് കഴിച്ച് പിന്നെ അതെല്ലാം അങ്ങ് വിട്ടുപോയി. ഏതാ ഈ സിനിമ കാണുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ ഓർത്തു, അയ്യോ വെച്ചാൽ നമുക്കൊരു സിനിമ കാണാൻ പോവാം. പണ്ട് അവിടെ ചെന്നപ്പോൾ 4 പേരേ ഉള്ള തിയേറ്ററിൽ. എന്തോ പവി കെയർ ടേക്കർ എന്നും പറഞ്ഞിട്ടൊരു ഏതാണെന്ന് അറിയത്തില്ല. ദിലീപിൻ്റെ ആവും വളിപ്പാന്ന് വെച്ചോണ്ട് പോയി. ആകെ 4 പേരേ ഉള്ളൂ. എന്നാലും കൊണ്ട് പോപ്കോണും ഒക്കെ മേടിച്ചിരുന്ന് ഞങ്ങൾ നല്ല സുന്ദരമായിട്ടിരുന്ന് കണ്ടു. അതൊക്കെ നമുക്കൊരു സന്തോഷം തരുന്ന കാര്യമല്ലേ? ആണ്. അങ്ങനെയാണ് ഞങ്ങൾ ചെറിയ സന്തോഷം. നമ്മളത് കണിശമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, പണ്ട് ചെയ്ത കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് റിട്ടയർഡ് ആയിട്ടുള്ളവർക്കൊക്കെ സാറിന് എന്തുവാ ഇഷ്ടം ചെയ്യാൻ? ഇവിടെ വേണ്ടിയതോ എക്സ്പെക്ട് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന കുറച്ചുകൂടിയൊക്കെ ആക്ടിവിറ്റീസ് വേണം. എൻ്റെ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ ഞാൻ എന്തോ ചെയ്യുന്നറിയാമോ? ഞാൻ ഇപ്പോൾ ഇവിടെ 10 മണി കഴിയുമ്പോൾ ഒരു യോഗ ഉണ്ട്. ദാറ്റ്സ് വെരി ഗുഡ് ഉണ്ട്. അത് കഴിഞ്ഞ് 4 മണിക്കാണെങ്കിൽ പിന്നെ ഉണ്ട്. 10 മണി കഴിഞ്ഞ് 11:30 പിന്നെ അവർക്കൊന്ന് റെസ്റ്റ് ചെയ്തു, കഴിക്കാൻ വന്നു, പിന്നെ ഒന്ന് ഇച്ചിരി നേരം ഒന്ന് കിടന്നു മയങ്ങി. പിന്നെ 4 മണിക്ക് കാപ്പി കുടിക്കാൻ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറയുന്നത് എല്ലാവരുടെ കൂടെ ഇരുന്നേ ഒന്ന് വർത്തമാനം പറയുക. ഒരു ദിവസം വർത്തമാനം പറയുക. നമുക്ക് ഓരോരുത്തരോടും ചോദിക്കാമല്ലോ, നിങ്ങൾക്ക് എന്തുണ്ട്? ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പം ഇലയും ചൂടി ഒന്ന് മഴയത്തൂടെ പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെന്ന്. അന്നേരം എത്ര പേര് പറയും നല്ലൊരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ, ഇല്ലേ? അല്ലെ മീൻ പിടിക്കാൻ. ഇവിടെ ഒരു കുളമുണ്ട്. എൻ്റെ സിസ്റ്റർ അടുത്ത ആഴ്ച വരും. ഞാൻ നിങ്ങൾ മീൻ പിടിക്കാൻ പോകും. നമ്മളൊക്കെ പണ്ടൊരു തോട്ടിലൊരു മീൻ പിടിച്ചതായിരിക്കും, ചൂണ്ടയിട്ടുണ്ട് പിടിച്ചു. അന്നൊക്കെ വഴക്ക് പറയായിരുന്നു. പക്ഷേ ഇന്നാരും വഴക്ക് പറയത്തില്ല. നമുക്ക് ധൈര്യമായിട്ടിരുന്ന് പിടിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊരു ഗ്രൂപ്പ്. പിന്നെ എന്തെങ്കിലും ഒരു ദിവസം വേറൊരു ദിവസം നമുക്ക് അന്താക്ഷരി കളിച്ചാൽ എന്നാ കുഴപ്പം? എത്ര പേര് കാണും? പ്രായമായെന്നും പറഞ്ഞുകൊണ്ട് അവരൊക്കെ പണ്ട് പാട്ടുകാരായിരുന്നായിരിക്കും, ഇല്ലേ? ആണ്. എന്തെല്ലാം ടാലൻ്റ് ഉള്ളവരുണ്ടായിരിക്കും അതിനകത്ത്. അപ്പോൾ അവരെ കൊണ്ട് പറയുക, പാട്ട് പാടാം, നമുക്ക് അന്താക്ഷരി കളിക്കാം, 2 ഗ്രൂപ്പായിട്ടിരുന്ന് കളിച്ചാൽ എന്നാ കുഴപ്പമുള്ളത്? നല്ലതല്ലേ? അല്ലെ പാട്ട് പറഞ്ഞാൽ മതി തന്നെ. ട്യൂണും ഷഡ്ജവും ശ്രുതിയും ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. അതൊന്നും സംഗതിയൊന്നും വേണ്ട. സംഗതിയൊക്കെ നമുക്കിടാം, അല്ലേ? അതെ, അത് നല്ലതല്ലേ? പിന്നെ അതുപോലെ ഓരോ ഗെയിംസ് നമുക്ക് ഒരു ട്രിവിയൊക്കെ ആണെങ്കിലും ചില ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഓരോ ദിവസവും ഉണ്ടെങ്കിൽ 4 മണി കഴിഞ്ഞ് ഇവിടെ ക്യാരംസ് കളിക്കാനായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരിച്ചിരി മടിയുള്ള കൂട്ടത്തിലായി ഇവിടെ. അപ്പം ഞാൻ നടത്തുവാണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ അങ്ങനെ കണിശമായിട്ടും ഞാൻ അവരെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്കങ്ങനെ പറയാൻ പറയും. അപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ട്. ആർക്കെങ്കിലും വിഷമങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ? നമ്മളെല്ലാവരും ഇപ്പോൾ തുല്യ ദുഃഖിതർ പോലെയാണ് ഇരിക്കുന്നത്, അല്ലേ? ഇവിടെ വന്ന് കഴിഞ്ഞേച്ചേ. അപ്പം അതിനകത്ത് ഷെയർ ചെയ്യുക. എനിക്കറിയാം പ്രായമുള്ളവരോട് ഇപ്പം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ചെയ്തിരുന്നത്, ഇല്ലേ? പണ്ടത്തെ എന്നാ എന്നാ ഇഷ്ടമായിരിക്കും പറയാൻ. ഇപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നേഴ്സിങ്ങിനെ കുറിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എൻ്റെ വീര പരാക്രമ എല്ലാം പറയും, അല്ലേ? അങ്ങനെ ഓരോരുത്തരും പറയുകയല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചാൻസ് കൊടുക്കുമ്പോൾ അവരിങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അത് ഭയങ്കര അവർക്ക് സന്തോഷമാണ്. നമുക്ക് അന്നേരം മറ്റുള്ളവർക്കൊന്ന് പറയാനും കൂടി ഒന്ന് തോന്നുന്നു.
ഇതൊക്കെ തന്നെയാണല്ലേ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു അല്ലേ? എത്ര പേർക്കുണ്ട് പിന്നെ കുടയും പിടിക്കുക ഈ ഇല പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഇഷ്ടം? ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ? അതൊക്കെ യങ്ങാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇച്ചിരിയുടെ പ്രായമുള്ളവരാടെ കടിച്ച് മഴ പെയ്യുമ്പോൾ അതെ അതെ ഞാൻ എന്നാണ് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഈ മാവേനെ നോക്കുന്നത് മാങ്ങ താഴെ ഉണ്ടോ. ഇവിടെ മാങ്ങാപ്പഴം വാങ്ങിച്ചു വെച്ചിട്ട് അത് കഴിക്കാനായിട്ട് ഇല്ലാതെ ചീഞ്ഞു പോയി. എന്ത് പറഞ്ഞാലും ആ മാങ്ങ പെറുക്കാൻ നാട്ടുമാങ്ങ വീഴും. 15 പിള്ളേര് കാണും. അതെ ഒരു മാങ്ങയുടെ പുറത്ത് അതെ 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 അതിനിടെ പന്ന മാങ്ങ കാണും. എല്ലാം കൂടെ അങ്ങോട്ട് ചെയ്യണം. നല്ല മാങ്ങ ഇപ്പുറത്ത്. ശരിയാ. എന്ത് രസമായിരുന്നത്. തോട്ടി ചാടിയിട്ടുണ്ടോ ആരെങ്കിലും? പ്രായമുള്ളവർ തോട്ടി ചാടിയിട്ടുണ്ടോ? എനിക്ക് എന്നാ ഇഷ്ടമായിരുന്നു അറിയാം തോട്ടി ചാടാൻ. ഇപ്പൊ പിള്ളേരെല്ലാം മൊബൈലിൽ വെച്ച് മാങ്ങ മൊബൈലിലാണ് മാങ്ങ പറിക്കുന്നത്. അല്ല അത് സാരമില്ലാതെ അവരും ചെയ്യട്ടെ. ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ പ്രായമുള്ളവരോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് നാട്ടുമ്പുറത്തുള്ളവർക്കൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പം പ്രത്യേകിച്ച് ഇപ്പം ഇവിടെയുള്ള എല്ലാവരും വന്നിട്ട് അതുപോലെയുള്ള ആൾക്കാരാണ് ഇതൊക്കെ എൻജോയ് ചെയ്ത കൂട്ടത്തിൽ. അപ്പോൾ അതൊക്കെ എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമല്ലേ തോട്ടിച്ചാടിയ കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോഴുണ്ട് എനിക്ക് തോട്ടിച്ചാടണം. വെള്ളം നോക്കിയപ്പോൾ അഴുക്കാം. എൻ്റെ അനിയത്തി പറഞ്ഞ് നല്ല വെച്ച് തരി ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതിനകത്ത് ഇറങ്ങുന്നില്ല, പേടിയാ വല്ല ബാക്ടീരിയ വല്ലതും പിടിച്ചെങ്കിൽ എന്നെ അടുക്ക് ഒഴുക്ക് വരട്ടെ എന്ന് പറഞ്ഞു. കാരണം ഞങ്ങളുടെ വീടിൻ്റെ നേരെ ഞങ്ങളുടെ പറമ്പിൽ തന്നെ തോടുണ്ട്. അപ്പോൾ ആ തോട്ടിനകത്ത് നിറയെ വെള്ളം വരും. അപ്പച്ചൻ വലിയ നീളത്തിലുള്ള നടയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചാടുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇരുതല്ലേ. അപ്പം അങ്ങനെയൊക്കെ പറയാനായിട്ടൊക്കെ ഓരോ ദിവസവും ഓരോന്നായിട്ട് നമ്മൾ ചെയ്യും. അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ജിമ്മുണ്ട്. പക്ഷെ ഒന്നും ആരും പേടിയാണ്. പ്രായമുള്ളവരെ നമ്മളിങ്ങനെ കയറ്റിയിട്ട് നമുക്ക് സേഫ്റ്റി ആയിട്ടുള്ളത് വേണമല്ലോ എന്നേ നോക്കാൻ. അതുകൊണ്ടുള്ളതേ ഉള്ളൂ. ഇവിടെ യോഗയുണ്ട്. രാവിലെ 10:30 കഴിയുമ്പം യോഗ. അതൊരു 3/4 മണിക്കൂർ നേരമുണ്ട്. സ്വിമ്മിംഗ് പൂളിനോട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടെങ്കിൽ ഞാൻ ചാടത്തില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. നമുക്കത് അത്രയും ഒരു ഇതായിട്ടൊരു ഹൈജീനിക് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മൾ പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഹസ്ബൻഡിന് മേലാൻ വന്നു കഴിഞ്ഞപ്പം ഞാനും ഹസ്ബൻഡും തന്നെ ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ എന്തോ ഒരു കഷ്ടമുണ്ട്. ഇപ്പം നമുക്കൊരു ഹോം നേഴ്സിനെ വെച്ചെന്നാലും 10 ദിവസം അവൾ വരത്തില്ല. ഞങ്ങളുടെ മമ്മിയുടെ കാര്യം അറിയാം. പുള്ളിക്കാരത്തി വെക്കേഷന് പോയി കഴിഞ്ഞ് പിന്നെന്തോ കൊടുക്കും. ആ ദിവസങ്ങളിലെ നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരാൾ നമ്മളെ സഹായിക്കാൻ രാവിലെ വരുമെന്നും പറഞ്ഞിട്ട് നോക്കിയിരുന്നിട്ട് വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഇറിറ്റേഷനാണ് വരുന്നത്. അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വരുന്നത്. ഞങ്ങൾ കുറച്ച് റിയാലിറ്റി ജീവിക്കുന്ന മനുഷ്യരാണ്. അമേരിക്കൻ ലൈഫിൽ അമേരിക്കയിൽ നമ്മൾ തന്നെയാണ് ജീവിച്ചത്. മനസ്സിലായി. നമുക്ക് മാസത്തിലൊരിക്കൽ വേണമെങ്കിൽ പൈസ ഉള്ളവരൊക്കെ വന്ന് വീട് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ വന്ന് ഞാൻ 2-3 പ്രാവശ്യം വെച്ചുള്ളൂ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എൻ്റെ കിച്ചണിനകത്തൊക്കെ ഇത് വെച്ച് തൂത്താൽ പോറും. എൻ്റെ സ്റ്റൗ ടോപ്പൊക്കെ കൂടി ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കൊണ്ടൊക്കെയാണ് തുടയ്ക്കുന്നത്. ഇവർ വല്ലതുമായിട്ട് തൂക്കും. അത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാഞ്ഞിട്ടും. എന്നിട്ട് ഇത് പോറും. അത് പോറുന്ന കാണുമ്പോൾ ഞാൻ പറഞ്ഞു ഈ വരണ്ട. കാരണം എനിക്കതെല്ലാം നല്ല തിളങ്ങി കിടക്കണമെന്നുള്ളൊരു ആഗ്രഹമുള്ളത്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. എല്ലാ പണി അവിടെ കാറിനകത്ത് പെട്രോൾ ഒഴിക്കണേ പോലും നമ്മൾ തന്നെയാണ് പോയി ഒഴിക്കുന്നത്. അല്ലാതെ വേറെ ആരും നമുക്ക് ഒഴിച്ചു തരത്തില്ല. അപ്പോൾ അങ്ങനെയെല്ലാം തന്നെത്താനെ ചെയ്ത് നമ്മൾ തന്നെത്താനെ തീരുമാനങ്ങൾ എടുത്ത് വന്നു. ഇതിപ്പം ഞങ്ങൾ മോൻ്റെ കൂടെയല്ലേ താമസിച്ചത്. മനസ്സിലായി. അപ്പം ഞങ്ങൾ തന്നെ ഞങ്ങളുടെ തീരുമാനങ്ങൾ എടുത്തു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈസിയായിരുന്നു. സെപ്പറേഷൻ മീൻസ് ഞാൻ മിസ് നമ്മുടെ എൻ്റെ ഗ്രാൻഡ് കിഡ്സിനെയും മകനെയൊക്കെ കാണാനായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അവർ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വീഡിയോ കോൾ ചെയ്തു. അല്ലാതെ ഐ ഡോണ്ട് ഫീൽ എനി സെപ്പറേഷൻ. ലോൺലിനെസ് അല്ല. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട്. ഉണ്ട്, വിഷമമുണ്ട്. അവരുടെ അവിടെ വെച്ച് ഞങ്ങൾക്ക് സാമീപ്യം ഇല്ലായിരുന്നു. മനസ്സിലായോ? അവർ വേറെ താമസിച്ചുകൊണ്ടിരുന്നത്. പഠിപ്പിക്കുന്നവർക്കാണ് ഏറ്റവും കുറവ്. അല്ലെങ്കിൽ ഞാൻ നേഴ്സ് പ്രാക്ടീഷണറാണ് ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞിട്ട് അതല്ല, നേഴ്സ് അനസ്തെറ്റിസ്റ്റ് ആയിട്ടുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ. രണ്ടാമത് നേഴ്സ് പ്രാക്ടീഷണർ. മൂന്നാമത് വന്നിട്ട് പ്രൊഫസറിന് എങ്ങനെയാണെന്നറിയാം. പക്ഷേ ഞങ്ങൾക്ക് 2 സെമസ്റ്റർ പഠിപ്പിച്ചാൽ മതി. 1 സെമസ്റ്റർ അവധിയാണ്. 4 മാസം അവധിയാണ്. ഞങ്ങൾ 4 മാസത്തെ അവധിക്കാണ് ഇന്നും കോട്ടയത്ത് വന്ന് താമസിച്ച് 3 മാസം ഇവിടെ വന്ന് ഞങ്ങൾ അടിച്ചു പൊളിച്ചു പോകുന്നത്. മനസ്സിലായി. അന്ന് ഞങ്ങൾക്ക് മോൻ്റെ അടുത്തു നിന്ന് മാറി നിൽക്കുമ്പോഴത്തെ ഉള്ള ഫീല് തന്നെയാണ് ഇപ്പോഴും. ഇപ്പം പിന്നെ ഞങ്ങൾ അടുത്ത് നിന്നപ്പോൾ പിള്ളേർ കുറച്ചുകൂടെ വന്ന് ഞങ്ങളുടെ കൂടെ സ്ലീപ്പ് ഓവറൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. മക്കൾ കണിച്ചായിട്ടുണ്ട്. ആ സെയിം ഇഫക്റ്റ്. അല്ലാതെ അമേരിക്കയിൽ നമുക്ക് കുറച്ച്
കുറച്ച് ഡോളർ കിട്ടിയതുകൊണ്ട് മാത്രം അതിനകത്ത് വ്യത്യാസം വരുന്നില്ല. ദൈവം സഹായിച്ച ഹസ്ബൻഡ് കൂടെ കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ലോണിലില്ല, നമുക്ക് എന്നാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും 2 അടിയേലും ഇട്ട് നിൽക്കാം. മക്കളുടെ കൂടെ നിൽക്കുന്നവര് എനിക്കറിയാം, മക്കൾ എന്നാ 2 പേരും രാവിലെ ജോലിക്ക് പോകും. ഈ അമ്മ നത്ത് പോലെ വീട്ടിലിരിക്കുക രാവിലെ തൊട്ട്. അതായത് അവരെഴുന്നേറ്റ് വരുമ്പോഴത്തേന് മകനും മരുമകളും ജോലിക്ക് പോയി, മക്കളെല്ലാം സ്കൂളിലും പോയി. ഈ സ്ത്രീയെ ഒറ്റയ്ക്ക് നത്ത് പോലെ ഇരുന്നിട്ട് വൈകുന്നേരം 6 മണിയാകാനായിട്ട് നോക്കിയിരിക്കുക, അല്ലെ 7 മണിയാകുമ്പോഴത്തേനാണ് ഇവർ വരുന്നത്. പിള്ളേർ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും, കാരണം ടീനേജ് ഒക്കെ ആയിട്ടുള്ള പിള്ളേരാണെങ്കിൽ. ഇവരിരുന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മകനും മരുമകളും വരുന്നത് എന്തുവാ, അവരുടെ ഓഫീസിലെ പ്രശ്നങ്ങളും എല്ലാമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അവർക്ക് മിണ്ടാൻ പോലും നേരമില്ല. എന്നിട്ട് എന്തുവാ ഭയങ്കര അമ്മായിയമ്മയും മരുമോളും പോരെ, അതാണ് കൂടെ താമസിച്ചത്. ദൈവം സഹായിച്ച് ഞങ്ങൾ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ ലോൺലി അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ എല്ലാവരുടെയും കൺസെപ്റ്റ് അങ്ങനെയാണ്. അയ്യോ മക്കളുടെ അടുത്ത്, അവിടെ മക്കളുടെ അടുത്ത് കൂടെ ജീവിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് അവിടെ ജീവിച്ചവർക്ക് മാത്രമേ അറിയാം. ഇവിടുന്ന് അമ്മയും അപ്പനെയും ഒക്കെ കൊണ്ടുപോകും. ആ അമ്മ ആരെങ്കിലും അമേരിക്കയിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ജോലിക്കല്ലല്ലോ പോയി, ചുമ്മാ പോയല്ലേ? ജോലിക്ക് പോയത് ചുമ്മാതെയാണോ പോയത്? അപ്പൊ എന്തോ എടുത്തു വീട്ടിൽ ചെന്നപ്പോ 6 കിലോ വെയിറ്റ് കൊടുത്തിരിക്കും. അത് കൂടും. കാരണം അമേരിക്കയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഇതുണ്ട്, കാശുണ്ട്, പിന്നെ ഫുഡിന് ഒരു പഞ്ഞമില്ല. നമുക്ക് ഇഷ്ടമുള്ളത് മേടിച്ച് കഴിക്കാം, ഉണ്ടാക്കി കഴിക്കാം, അല്ലെങ്കിൽ മേടിച്ച് കഴിക്കാം. അല്ല അങ്ങനെ ഒരു ഇതുണ്ട്. അത് പക്ഷേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ വീടിനകത്ത് 4 ചോരനകത്തിരിക്കുമല്ലേ, എന്തോ ഒരു ഇതാണെന്നറിയാം. അതുകൊണ്ട് അമേരിക്കയിൽ നമ്മൾ എന്തുകൊണ്ട് പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ഒരുപാട് കാശ് ഇങ്ങനെ കൂട്ടി വെക്കണം എന്നുള്ള യാതൊരു ആഗ്രഹമില്ല. മോനെ പഠിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം എനിക്ക് 2 ജോലിയൊന്നും എനിക്ക് ചെയ്യണ്ട. അപ്പോഴത്തേന് ഞാൻ ഓർത്തിക്കും ഞാനെല്ലാം എടുക്കും, എനിക്ക് ജോലി ചെയ്യണ്ട ഇനി അത്രേ. എന്നാൽ ഞാൻ പഠിക്കാൻ പോകുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടി, കോളേജിൽ നിന്ന് കിട്ടി ചെയ്ത്, ബാക്കിക്ക് ഞാൻ ചെയ്തിട്ട് അങ്ങനെ ആക്കി. പിന്നെ ഇത്രയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് ജീവിക്കാനുള്ള വകയുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ വീടും ഒക്കെ വിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കാശുണ്ട്, മനസ്സിലായോ? അപ്പോൾ അത് ഞങ്ങൾ ഇനി പോരാമെന്ന് വെച്ചതാണ്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ പോകുന്ന പറയാം അമേരിക്കൻ സിറ്റിസൺ ആകുമ്പോൾ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയി കൂടുതൽ താമസിക്കാം. പണ്ട് മോഹൻ പറയായിരുന്നു, മമ്മിക്ക് ട്രാവലിങ് ഇഷ്ടമല്ലേ, ഒരു പ്രാവശ്യം കുറച്ച് പോയി ജർമ്മനിയിൽ പോയി താമസിക്കുക 1 കൊല്ലം, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിൽ പോയി താമസിക്കുക. അപ്പം നമുക്ക് അങ്ങനെ നിൽക്കാമെന്ന് പറയുകയാണെങ്കിൽ ആരോഗ്യം വേണം, കാരണം ഹസ്ബൻഡ് മേലാഞ്ഞോട്ടോ അല്ലെങ്കിൽ പോയാലോ എവിടെയാണെന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാവുമ്പോൾ ചെയ്യാം, മനസ്സിലായോ? അങ്ങനെ ചെയ്യാം. അതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയിപ്പം ഉണ്ട് മോൻ്റെ അടുത്തൊക്കെ ഞങ്ങൾ പോകും. ഒരു 5-6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പം 1 മാസത്തിന് 2 മാസത്തിനൊക്കെ പോകും. പിന്നെ റിലേഷൻ വിൽ ബി ബെറ്റർ. ഇപ്പം ഞാൻ പണ്ട് തൊട്ടേ പറയായിരുന്നു, ഞാൻ 62 വയസ്സാകുമ്പോൾ ഞാൻ നാട്ടിൽ പോകും. എന്നിട്ട് പറയും, അയ്യോ എൻ്റെ മോനും മരുമോളും അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്നെ നോക്കിയേനേന്ന് പറഞ്ഞ് ഞാൻ ഇരുന്നേനെ. കാരണം അടുത്തില്ലാത്തതുകൊണ്ട്, അടുത്തുണ്ടെങ്കിലല്ലേ നമുക്ക് നോക്കുവരെന്നുള്ളത് അറിയുമല്ലേ. അപ്പം അങ്ങനെ എനിക്ക് ആ ഓർത്തോണ്ടിരിക്കാനായിട്ടുള്ള ആ ഒരു ഹലൂസിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡ്രീമിൽ ഇരിക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ നുണ പറഞ്ഞതല്ല, നമ്മളങ്ങനെ ദൂരെ ആയിരിക്കുമ്പോൾ ആ റിലേഷൻ നമുക്ക് ബെറ്ററായിട്ട് വെക്കാൻ പറ്റും, മനസ്സിലായോ? നേരെ മറിച്ച് ഇപ്പം ഞങ്ങൾ അവിടെ താമസിച്ചപ്പോൾ ഞങ്ങൾക്ക് മോനോടൊരു ശകലം പിണക്കം കൂടെ ഉണ്ടായി. പിണക്കം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിനകത്തൊരിത്, അല്ലാതെ ഒന്ന് മഴ പിടിച്ചത് അല്ല. ഹസ്ബൻഡ് ഇത്രയും മേലാഞ്ഞപ്പോൾ എന്തുകൊണ്ടാവും വന്ന് ദിവസവും വന്ന് കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയില്ല, എടുത്തില്ല എന്നെല്ലാം വന്നു. കാരണം അപ്പം അവനോർത്ത് തന്നെ മമ്മിക്ക് കുഴപ്പമൊന്നുമില്ല, മമ്മി കൊണ്ടുപോകുന്നുണ്ടെന്ന് ഓർത്തിട്ടാണ് അവൻ ചെയ്തത്. പക്ഷെ അങ്ങനെ അല്ല ചെയ്യേണ്ടിയത്, മനസ്സിലായോ? അപ്പം ഞാൻ എൻ്റെ ഒരു സ്വഭാവത്തിന് ഞാൻ പോയി റിക്വസ്റ്റ് ചെയ്തു, മോനെ അത് ചെയ്യുന്നു കൊണ്ട് എനിക്ക് ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല. അവൻ എന്നോട് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേണ്ട, ഞാൻ ചെയ്യും. പക്ഷേ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര മനപ്രയാസം വരും. അപ്പോൾ നമുക്ക് ആരുമില്ല. അപ്പം നമുക്ക് ഇനിയും വേഴ്സായിട്ട് വരുമ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് വരുന്നത്, ഇല്ലേ? അപ്പം നമുക്ക് വിഷമം ഉണ്ടാകാതിരിക്കില്ലേ നോക്കണ്ടേ, നമുക്ക് സന്തോഷം ഉണ്ടാകണമെന്നല്ലേ നോക്കണ്ടേ. ഇപ്പം ഇവിടെ ആയി കഴിയുമ്പോൾ ഉണ്ട്, ഇവിടെ ആരെങ്കിലും നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ചികിത്സിപ്പിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചികിത്സിപ്പിക്കും, വരും, അല്ലേ? നമുക്ക് പ്രായമാകുമ്പോൾ ഇങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെയും ഒക്കെ കണ്ടതല്ലേ, അവരെങ്ങനെയാണ് എന്നതായത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ വലിയ ചുറുചുറുപ്പോടെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല. പണ്ട് ഞാൻ ഓർക്കാം, എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിൽ ആരെങ്കിലും മരിച്ചാൽ 55 വയസ്സ് 60 വയസ്സ് സാരയില്ല പോട്ടെ. ഇതുള്ള യങ്സ്റ്റേഴ്സൊക്കെ ആയിട്ടുള്ളൊരു 30 വയസ്സുള്ളവരൊക്കെ ആണെന്ന് പറഞ്ഞെന്നാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ ചോദിച്ചു നോക്കിക്കോ. ഒരു 50 വയസ്സ് 60 വയസ്സ് 50 കഴിഞ്ഞിട്ടുള്ളവർ മരിച്ചു കഴിഞ്ഞാൽ അവർ ഓക്കെ, കാരണം അവർ ഇത്രയും നാളും ജീവിച്ചു. അതാ എന്നാ കൊച്ചുമക്കളെ കൊച്ചുമക്കളെ പോട്ടെ. പക്ഷെ ഇപ്പോഴാണ് നമുക്ക് 70 ആയി കഴിഞ്ഞപ്പോഴേ നമ്മൾ ഓർക്കുന്നത് അതൊന്നും ഒരു പ്രായമല്ല ഓർക്കുന്നത്, അല്ലേ? അപ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് വരുമ്പോഴത്തേന് നമുക്ക് പഠിച്ച് വരുമ്പോഴത്തേന് നമ്മുടെ ലൈഫ് തീരും കേട്ടോ. ഒഹായോയിലായിരുന്നു ഞങ്ങൾ, മുഴുവൻ കാലമല്ല, 20 വർഷം അവിടെ ആയിരുന്നു, 22 വർഷം അവിടെ ആയിരുന്നു. പിന്നെ 5 വർഷം മോൻ്റെ അടുത്തോട്ട് പോയി ലാസ് വേഗസിൽ, അവിടെ പോയി താമസിക്കുമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു.
പിന്നെ എന്താ അമ്മ പ്രശ്നം? തനിച്ച് അതെങ്ങനെ അമ്മ മാനേജ് ചെയ്യും? അമ്മയ്ക്കൊരു ഹോം നേഴ്സ് ഉണ്ട്, തൊട്ടടുത്ത് എൻ്റെ ഒരു ബ്രദറുണ്ട്, നേരെ നമ്മൾ വിളിച്ചാൽ കേൾക്കുന്നിടത്തോളം. അപ്പോൾ അവൻ രാവിലെയും വൈകിട്ടും വന്ന് തിരക്കും. അമ്മയുടെ വീട്ടിൽ നിന്ന് പോവുകയല്ല, എന്നെ കെട്ടിക്കൊണ്ട് വന്ന വീടാണ്, ഞാൻ അവിടെ നിൽക്കും. ഈ പ്രായമായവർക്ക് കുറച്ച് അഡമൻ്റ് ആയിട്ടുള്ളവരുണ്ടല്ലോ ഞങ്ങൾ പ്രത്യേക എക്സെപ്ഷനലാണ് കേട്ടോ. നമ്മളിപ്പം പ്രായമായെന്ന് പറഞ്ഞാലും നമ്മൾ ആ ഒരു രീതിയിലുള്ളവരല്ല. പക്ഷെ എൻ്റെ മമ്മിക്കൊക്കെ ഭയങ്കര ഇതാണ്, എന്നെ കെട്ടിച്ചുകൊണ്ട് വന്ന വീട്ടിൽ ഞാൻ അവിടെ കിടക്കുള്ളൂ. ആങ്ങളുടെ അടുത്ത് പോയി താമസിച്ചാൽ എന്നാ കുഴപ്പമില്ല, അവരുടെ വീട്ടിൽ 3 പേരുണ്ട്. ഈ മുറി പപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കിടക്കുള്ളൂ. അപ്പം മതി, ഞങ്ങൾ ആരും ഒന്നും പറയുകയില്ല. മമ്മിക്ക് ഹോം നേഴ്സ് ഉണ്ട്. നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒരു തന്നെ മാനേജ് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും പറഞ്ഞു ഇനി ഒന്നും വേണ്ട, മമ്മിയുടെ ഇഷ്ടത്തിന് മാത്രമായിട്ട് ചെയ്യാനായിട്ട്. ഹാപ്പിനെസ് എന്ന് പറയുന്നത് ആരും ഇങ്ങോട്ട് കൊണ്ടത്തരത്തില്ലേ, അത് ഓരോരുത്തരും ഞാൻ എൻ്റെ വീഡിയോയിലെല്ലാം പറഞ്ഞ കാര്യമാണ്. ഇങ്ങോട്ട് വന്ന് സാറല്ല ഹാപ്പി ആകും സാറേ എന്ന് പറഞ്ഞാൽ ആകത്തില്ലേ. സാറിൻ്റെ മനസ്സിലൊന്ന് തോന്നണം, അയ്യോ എനിക്കൊന്ന് ഹാപ്പി ആയിട്ട് ഒന്ന് ചിരിച്ച് ഒരു പീസ്ഫുൾ ആയിട്ടൊന്ന് ഇരിക്കണം എന്നുള്ളൊരു മനസ്സിൽ അല്ലേ. അങ്ങനത്തെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് തോന്നിയാലേ പറ്റുള്ളൂ. അപ്പം നമ്മളിൽ എന്തുമാണ് നമുക്ക് ഇഷ്ടമുണ്ടാകുന്നത്, ചെറിയ പ്രായത്തിൽ എന്തൊക്കെ ഇഷ്ടമുണ്ടാകും. കാരണം നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് ഒന്നിന് സമയമില്ല. അതുകൊണ്ട് ഞാൻ പറയും, എനിക്ക് മുഖം കഴുകാൻ പോലും സമയമില്ലാതെ ഞാൻ വർക്ക് ചെയ്ത കൂട്ടത്തിലുണ്ട്. ഏതാ ഒന്ന് കുളിക്കുമ്പോഴാണ് മുഖം കഴുകുന്നത്, അല്ലാതെ ഇല്ല. ചുമ്മാതെ ഒന്ന് കഴുകി ഒരു മേക്കപ്പ് ഇടാൻ പോലും ഒരു ഇതില്ലായിരുന്നു. അത്ര കണ്ണാടി നോക്കാൻ പോലും സമയമില്ല. അതുകൊണ്ട് ഞാൻ വീടിൻ്റെ എല്ലായിടത്തും കണ്ണാടി വെച്ച് പോകുന്നുണ്ട്. അല്ല, അത് നമുക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ റിലാക്സ് ആയി, പിള്ളേര് പഠിച്ചു. ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടത്. എനിക്ക് പണ്ട് ചെയ്യാനുള്ളതൊക്കെ ചെയ്യാൻ പറ്റിയില്ല, ഞാൻ എൻ്റെ ബിസി ലൈഫിൽ പോയിട്ടുണ്ട്. കാരണം കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ അതിനെ വളർത്തുന്നതായിരുന്നു നമ്മുടെ തൊഴിൽ അല്ലേ. അതിനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചെല്ലാം അവൻ കല്യാണം കഴിച്ച് മാറിക്കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫ് തുടങ്ങിയത്. സത്യം അതുണ്ട്, അത് നമ്മൾ തന്നെയാണ് നമ്മുടെ ഹാപ്പിനെസ് നോക്കേണ്ടത്. അത് ശരിക്കും ഞാൻ പറയാം, നിങ്ങളുടെ അങ്ങനത്തെ ഒരു ഇൻറ്റൻഷൻ നല്ലതാണ്, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. കാരണം ഇപ്പോൾ ഒരു 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ഇപ്പോഴേ തൊട്ടേ ഒന്ന് തിങ്ക് ചെയ്ത് തന്നാലേ അതൊരു നല്ലതായിട്ട് വരുള്ളൂ. അതുവരെയൊക്കെ നമ്മൾ പിള്ളേർക്ക് വേണ്ടി വർക്ക് ചെയ്യണം. പിള്ളേരുണ്ടായിപ്പോയി, അവരെ വളർത്തണം. അതിന് നോ കോംപ്രമൈസ് അല്ലേ. ഉത്തരവാദിത്വമുണ്ട്, അത് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള അവർ ലൈഫിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സെറ്റ് ബാക്ക്. സോ മച്ച്. സന്തോഷം.